സഹകരണ ബാങ്കുകൾ സാധാരണക്കാർക്ക് ഒരത്താണിയാണെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. നീലേശ്വരം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ 5ാമത് ബ്രാഞ്ചായ വെള്ളരിക്കുണ്ട് ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. നീലേശ്വരം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ 5ാമത് ബ്രാഞ്ചായ വെള്ളരിക്കുണ്ട് ബ്രാഞ്ച് സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. സഹകരണ ബാങ്കുകൾ സാധാരണക്കാർക്ക് ഒരത്താണിയാണെന്നും വായ്പാ തിരിച്ചടവുകൾ കൃത്യമായി നടത്തി ഇടപാടുകാരും ബാങ്കുമായി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി സഹകരണ മേഖലയെ തകർക്കാൻ കഴിയില്ലെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മുന്നിലാണ്, സാമ്പത്തികമായും സാമൂഹികമായും വലിയ രീതിയിൽ മുന്നിൽ വന്നു. ഇതിലൊരു പങ്ക് സഹകരണ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. ഇപ്പോൾ നിങ്ങളിൽപ്പെട്ട പലർക്കും വീടെടുക്കാൻ, നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ, വിവാഹം നടക്കും വിവാഹധന സഹായം, ഇതൊക്കെ നൽകുന്നത് സഹകരണ ബാങ്കാണ്. സഹകരണ ബാങ്കിന്റെ പ്രത്യേകത പരസ്പരം നമ്മൾ അറിയും. ഇതിന്റെ ഗുണഭോക്താവും ജീവനക്കാരും ഡയറക്ടർ ബോർഡ് മെമ്പർമാരും ഒക്കെ പരസ്പരം അറിയുന്നവരാണ്. എന്നാൽ ന്യൂ ജനറേഷൻ ബാങ്കിലോ നാഷണലൈസ്ഡ് ബാങ്കിലോ പോയാൽ നമുക്ക് കിട്ടില്ല ലോണ്. നിങ്ങളൊരു ലോൺ ചോദിച്ചാൽ എത്ര ബുദ്ധിമുട്ടാണ്, തിരക്കൊക്കെ അനുഭവമുണ്ട്. ATM കൗണ്ടർ എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. സ്ട്രോങ് റൂം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി, UPI സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ബോർഡ് ചെയർമാൻ KP സതീഷ് ചന്ദ്രൻ, ലോക്കർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ K ലസിത കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർമാരായ P ലോഹിതാക്ഷൻ ആദ്യ നിക്ഷേപം സ്വീകരിക്കുകയും ബിജു നാരങ്ങാപ്പുറത്ത് ആദ്യ വായ്പാ വിതരണവും നടത്തി. CEO MV രാജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ VK രാജൻ, കേരള ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സാബു എബ്രഹാം, പഞ്ചായത്ത് അംഗം സന്ധ്യ ശിവൻ, A അപ്പുക്കുട്ടൻ, TP തമ്പാൻ, KK രമ്യ, VK ചന്ദ്രൻ, ബിജു തുളിശ്ശേരി, ജെറ്റോ ജോസഫ്, AC ലത്തീഫ്, തോമസ് ചെറിയാൻ, TV രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് പ്രസിഡന്റ് KP നാരായണൻ സ്വാഗതവും ഡയറക്ടർ ജോസ് പതാലിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.